ഓർക്കിഡ് റോസ കഴിഞ്ഞ ദിവസത്തെ പ്ലാന്റുകളൊക്കെ നിറയെ പൂക്കളും ആയിട്ടുണ്ട്. കാരണം നിറച്ച് മൊട്ടോട് കൂടി നിൽക്കുമായിരുന്നു. 100 മൊട്ട് വരെയുള്ള റോസയുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇപ്പം വിരിഞ്ഞ് മിക്കവാറും എല്ലാ പ്ലാന്റും പൂക്കളായി. മൊട്ട് തന്നെയായിരുന്നു. മിക്കവാറും എല്ലാ പ്ലാന്റും സെയിലായിട്ടുണ്ട്. ഇപ്പം കുറച്ച് പ്ലാന്റ് കൂടി ഇതേ സൈസുള്ളത് ഇരിപ്പുണ്ട്. പിന്നെ ഓർക്കിഡ് റോസായുടെ റെഡും ഉണ്ട്. ഫെലനോസസ് വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നത് 2-3 ദിവസം കൊണ്ട് മൊത്തം പ്ലാന്റും തീർന്നായിരുന്നു. ലാസ്റ്റ് പ്ലാന്റ് ഇല്ലായിരുന്നു കൊടുക്കാൻ. ഇപ്പം രണ്ടാമത് വീണ്ടും വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം വന്ന ഒരുപാട് വെറൈറ്റികളുണ്ട്. നമുക്ക് ഇതുവരെ കിട്ടാത്ത കളറുകളൊക്കെ ഇതിനകത്തുണ്ട്. വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്താൽ അതിൻ്റെ ഫോട്ടോയും എല്ലാം ഞാൻ ഇട്ട് തരാം. പിന്നെ ഈ പ്രാവശ്യം വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരേ റേറ്റുള്ള പ്ലാന്റുകളായിരുന്നു. ഈ പ്രാവശ്യം ചെറിയ പ്ലാന്റുകളും വന്നിട്ടുണ്ട്. ചെറുതാണെങ്കിലും എല്ലാം നല്ല മൊട്ടുകളൊക്കെ ഉള്ളത് തന്നെയാണ്. പൂക്കൾ വിരിഞ്ഞതും പൂ വിരിയാറായ മൊട്ടുകളും ഒക്കെ ഉള്ളതാണ്. മൊട്ടൊക്കെ ഉള്ളത് കറക്റ്റ് പിന്നെ ഏതാണെന്ന് എനിക്കറിയത്തില്ല. ബാക്കിയെല്ലാം വിരിഞ്ഞതെല്ലാം ഈ ഇരിക്കുന്നതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്ന കളക്ഷനൊക്കെയാണ്. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പം പൂക്കൾ വിരിഞ്ഞത്. മൊട്ടുകളൊക്കെ ഉള്ള പ്ലാന്റുകൾ ചെറിയ പ്ലാന്റാണ്. അതിൻ്റെ അനുസരിച്ച് റേറ്റിന് വ്യത്യാസമുണ്ട്. പക്ഷേ എല്ലാം പൂക്കൾ വരാറായതും മൊട്ടുകൾ വിരിയാറായതും ഒക്കെയുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ തന്നെ കൊറിയർ ചെയ്തു തരും. കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചവർ തന്നെ ഈ പ്രാവശ്യം കൂടുതൽ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റിക്ക് പോലും മാറ്റാതെ ഈ പോട്ടോട് കൂടി തന്നെ ഒരു ഡാമേജും ആകാതെ തന്നെയാണ് പ്ലാന്റ് അയച്ചു തരുന്നത്. നമ്മളിപ്പം മിക്കവാറും എല്ലാം കൊറിയറിൽ തന്നെയാണ് സെയിൽ ചെയ്തത്. കുറച്ച് പേര് മാത്രം വന്ന് നേരിട്ട് പ്ലാന്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഗാർഡനിൽ വരാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാം. നമ്മുടെ ഗാർഡൻ പത്തനംതിട്ട ജില്ലയിൽ വടശ്ശേരിക്കര പെരുന്നാടെന്ന് പറയും. പോത്തുമൂട് ഇറങ്ങിയിട്ട് നേരെ അക്കരെ വരുന്നത് പെരുന്നാടാണ്. വരുന്നവർക്ക് നേരിട്ട് വന്നാൽ പ്ലാന്റ് എടുക്കാം. പിന്നെ ഫെലനോസസിനൊക്കെ എടുക്കാൻ വരുന്നവർ ഒന്ന് കോൾ ചെയ്തിട്ടേ വരാവൂ. കാരണം പ്ലാന്റ് അങ്ങനെ സ്റ്റോക്ക് ഇരിക്കത്തില്ല. വന്നാൽ ഉടനെ പ്ലാന്റ് തീരും. അപ്പം ഞങ്ങൾ പിന്നെ അടുത്ത സ്റ്റോക്ക് എന്നാണ് വരുന്നതെന്നുള്ളത് കോൾ ചെയ്യുമ്പോൾ ഞാൻ പറയാം. അതനുസരിച്ച് പ്ലാന്റ് എടുക്കാൻ വരാവൂ. ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് പ്ലാന്റ് ഇല്ലാതെ വരരുത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ DTDC വഴിയാണ് കൊറിയർ ചെയ്യുന്നത്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് നമ്മുടെ ഗാർഡൻ്റെ അടുത്തുള്ളത് കൊണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയും കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക.